പവനായി ശവമായി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ ഒരു ചെറിയ സമാധി ഇപ്പോൾ ഒരു മഹാസമാധിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു പരസ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റിയാണ് ഇപ്പോൾ ഗോപൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം ലോക പ്രശസ്തനായി ഒരു കൊച്ചു സമാധി ഇപ്പോൾ ഒരു മഹാസമാധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഓസിൽ കിട്ടിയ ഈ പ്രശസ്തി കൊണ്ട് ഇനി നാട് നീളെ ഗോപൻ സ്വാമി അറിയപ്പെടും. നാളെ മുതൽ അവിടെ ഭക്തജന പ്രവാഹമായിരിക്കും. ഇന്ന് തന്നെ ഒരു ഭക്ത അവിടെ എത്തി കാണിക്ക അർപ്പിച്ചതായിട്ടാണ് അറിയുവാൻ സാധിച്ചത്. ഏതായാലും കുടുംബത്തിനും സന്തോഷം. അത് പരാതി കൊടുത്ത ആളിനെ അവരിപ്പോൾ ഒരുപക്ഷെ സ്തുതിക്കുന്നുണ്ടാകും. അങ്ങനെ ഗോപൻ സ്വാമി ഒരു മഹാസമാധിയിലേക്ക് മാറി ഒരു മഹാപുരുഷനായി ലോകപ്രസിദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരാധകരുടെ പ്രവാഹമായത് നാളെ മുതൽ ദിവ്യ അത്ഭുതങ്ങൾ പലരും കിട്ടിയെന്ന് അറിയിക്കുകയും ചെയ്യും. ഏതായാലും വിശ്വാസമുള്ളവർക്ക് പോവാം, ഓരോരുത്തരുടെ ഇഷ്ടം. ആദ്യമേ തന്നെ സമാധിയായ സമയത്ത് ആരെങ്കിലും രണ്ടുപേരെ വിളിച്ച് കാണിക്കുകയും ഒരു ഡോക്ടറെ കൊണ്ട് മരണം ഉറപ്പുവരുത്തുകയും ചെയ്തതെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ആ സാധുക്കൾ അങ്ങനെ ചെയ്തത് അവർക്ക് വിനയായി. എന്നാൽ അത് ഒരു പബ്ലിസിറ്റിക്ക് ഇടയാവുകയും ചെയ്തു.